അബ്ദുൽ അലി മാഷ വീട്ടിൽ കുറച്ചേറെ താമസം അതുകൂടാണ്ട് 2 മാസം അലിന്റെ അവിടെ താമസിക്കണം. ആ വീടുകളൊക്കെ ഇവളെ വീടല്ല. നിങ്ങൾ വീട് നിങ്ങളെ വീട്ടിൽ വരിസംഖ്യ ഉണ്ടാവും. അപ്പൊ അന്ന് നിങ്ങൾ വേറെ വാടക കൊടുത്ത ആൾക്കാർ വരുമ്പോൾ ഒരു വരിസംഖ്യയൊക്കെ വന്നിട്ടുണ്ടാവും. ആ പേരാണെങ്കിൽ ഉപയോഗിക്കരുത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഓൻ ആദ്യം തന്നെ മൂപ്പര് അബ്ദുൽ അലി മാഷ വീട്ടില് അവസാനം കുറെ ഉണ്ടായിരുന്നു. ഒരു കുറെ അല്ല 3 മാസമായിട്ടോ. ആ സമയത്ത് അബ്ദുൽ അലി മാഷ വീട് ഇതിന്റെ മഹലിൽപ്പെട്ട അല്ലാണ്ട് ജാമ്യ എന്ന് പറയുന്ന കോട്ടയം കാര്യത്തിയാക്ക. ജാമ്യ എന്ന് പറയുന്ന ഇവിടെ അഡ്രസ് ഉള്ള ആളല്ല, ഇവിടെ അറിയപ്പെടുന്ന ആളല്ല, ഒന്നുമല്ല. ഇവിടെ 2 മാസം ഇവിടെ താമസിച്ചപ്പോ അവിടുന്ന് അലിയാജിന്റെ പേരില് അവിടുന്ന് ആൾക്കാർ പറഞ്ഞ ഓളപ്പെടുന്നത് പറഞ്ഞായിരുന്നു. ഇവിടെ വാടകയ്ക്കാൻ പറ്റില്ല. അവിടെ 2 മാസം താമസിച്ചതിനും അതുപോലെ ജുമാഅത്ത് പള്ളി എന്ന് പറഞ്ഞാൽ പഴയ പള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതാണ് അങ്ങനെ പറയുന്നത്. ഞാൻ കേട്ടിരിക്കണേ. ഞാനും ഓളെ ഇവിടെ പറഞ്ഞു ഞാൻ കാപ്പാട് മാസ പരസ്യം അവരുടെ കാര്യത്തിന് ആരും തന്നെ പ്രതികരിക്കില്ല. കാരണം പണ്ഡിതന്മാർക്ക് ഇത് അറിയണില്ല. പിന്നെ ഇവനെ ടീച്ചർ ഞാന് പറഞ്ഞേ ആരും സംസാരിക്കും. കാരണം വെച്ചാൽ ഒരു ടീച്ചറല്ല, ആരാണെന്ന് കോട്ടയത്ത് പിന്നെ ഓളമ്മ മദ്രസ കുട്ടികള് അതാണ് അവര് ഏറ്റവും മദ്രസയായിട്ടുള്ള ബന്ധം. പിന്നെ വന്നാണെങ്കിൽ ഒരു ഏറ്റവും വലിയ ബന്ധം അബ്ദുൽ അലി മാഷ. ഇതൊക്കെ പണിയാൻ എഴുതി കൊടുക്കുന്ന ആൾ അബ്ദുൽ അലി മാഷ. ഇവരെ കാര്യത്തിൽ പ്രതികരിക്കുന്ന വീഡിയോയില് കാപ്പാടിച്ച് മാത്രമല്ല. പിന്നെ അല്ല രണ്ടാമത്തെ മുതലല്ലി മാറും. മുതലിവിടെ ഇല്ലാലോ, ഇവിടെ മുതലില്ലാലോ, മുതലി പറഞ്ഞില്ലാലോ. മുതലി പറഞ്ഞുള്ള കാപ്പാട് പള്ളി അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ മുതലല്ലി പറഞ്ഞ പറയുന്നത് മുതലിനെ പറ്റി പറയുന്നില്ലേ? മുതലി പറഞ്ഞില്ലാലോ. മൂപ്പരെ വീട്ടിൽ താമസിച്ചു. അതിന് അബ്ദുൽ അലി മാഷ വീട്ടില് പിന്നെ ഒരു 3-4 മാസം അവിടുത്തെ ഇവിടെ മക്കളെ ഒഴിവാക്കി ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ 2 മാസം അപ്പൊ അവിടെ ആൾക്കാർ പറഞ്ഞു ഇവിടെ താമസിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ എവിടെയെല്ലാം താമസിച്ചിട്ടുണ്ടോ അവിടെ നമുക്ക് ഒഴിവാക്കിച്ചാൽ. അല്ലാതെ പിന്നെ ഒരു സ്വയം പോയതൊന്നുമല്ല. അവസാനപ്പെടെ നമ്മൾ അലിയാജിന്റെ റൂം 2 മാസം അവിടെ അങ്ങനെ 2 മാസവും 1 മാസവും ഒക്കെ നിൽക്കാൻ എന്നല്ലാണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയൊരു രസം പറഞ്ഞില്ല. ഇവളെ മറ്റേ ഉപ്പ എന്നാണ് ഈ അബ്ദുൽ അലി മാഷ വിളിക്കുന്നത്. ഉപ്പ. ഈ ഉപ്പ മോളെ കല്യാണം കഴിക്കുന്നവര് മറ്റേ ബോർഡ് നോട്ടീസ് അത് ആരത്തോ കാണണം. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ കോഴിക്കോട്ട് പതിച്ചിരുന്നു. അതായത് ജാമ്യത്തെ ടീച്ചറെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് അബ്ദുൽ അലി മാഷ. അങ്ങനെ ഉപ്പ പിന്നെ ഭർത്താവ് എന്നറിയാം. അതെന്തിനായിരുന്നു എന്നറിയാം. അത് ആവശ്യമാണ്. കാരണം മൂപ്പര് മരണപ്പെട്ട മൂപ്പരെ ഭാര്യ മരിച്ചുപോയി. ആണെങ്കിൽ മൂപ്പരുടെ പെൻഷൻ എന്ന നിലയ്ക്ക് ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു അതിന്റെ. അതിന് കുറെ 12 വർഷം പങ്കില് ബാക്കിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയില്ല. ഞാൻ കടകൾക്ക് നടക്കാത്തില്ല. ഇതിൽ വന്നപ്പോ ഇതായി കൊടുത്ത് അങ്ങനെ ബ്രേക്ക് ആയിട്ട് ഇത് നോട്ടീസ് ബോർഡിലുണ്ടായിരുന്നു. ആ നോട്ടീസ് ബോർഡിൽ നിന്ന് അന്ന് പിന്നെ ഫോട്ടോ എടുത്ത് വിട്ട് ആരെങ്കിലും ഫോട്ടോയിൽ കാണിച്ചു. അതൊന്നും ആൾക്കാർ വിവാദമാക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാം. ആ വിവാദത്തിന് അർഹതയല്ലാത്ത സ്ത്രീ എന്ന നിലയ്ക്കാണ്. പക്ഷെ ഒരു കാര്യമായ ആരെങ്കിലാണ് എന്തെങ്കിലും പറയുന്നതാണെങ്കിൽ അതിന്റെ വേണ്ടി അപ്പൊ തങ്ങൾക്കും അറിയാം. തങ്ങളെ വീട്ടിന്റെ അടുത്തായിരുന്നു താമസിച്ചത്. അല്ലാതെ അവരെ പേരിൽ ഇവിടെ വീടോ അവര് ഇതോ അങ്ങനെ എന്തെങ്കിലും പള്ളി അപ്പൊ ഞാൻ ഭർത്താവായിട്ട് ഒരു മുസ്ലിം ആയിട്ടാണ് ഇപ്പൊ താമസമുള്ളത്. ഇപ്പൊ നിലവില് അത് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയിട്ടുണ്ട് സമയത്ത് ഏതൊരു പറഞ്ഞ മാതിരി കുറച്ച് നമ്മള് സ്തൂപത്തിന്റെ താഴെ ഒരു കടയൊക്കെ തുടങ്ങി കഷായം അതിന്റെ കുറച്ച് മരുന്നിന്റെ ഇതൊക്കെ തുടങ്ങി അന്ന് ഇവനായിരുന്നു. അതാ ഞാൻ പറയാം. പിന്നെ ഗഫൂർ ആയെന്ന് അറിയില്ല. ഇതിപ്പോ നിങ്ങൾക്ക് പലരും ആവുകയും നമ്മുടെ ഇപ്പൊ ഇവിടെ ജാവക്കാട് ഒരു ആള് എന്നാലേ എല്ലാ ഭാഗത്തും ഉണ്ടാവും ഭർത്താക്കന്മാര്.
ആ മക്കളുണ്ട്. അതുകൊണ്ട് അയാൾക്കും ഉണ്ടാക്കാൻ ആദ്യത്തെ അച്ഛന്മാരെ പേര് മാറ്റില്ല. ആശാരി മാറി മാറി. ഇവിടെ നിന്നാണ് വരുന്നത്. ഏത് ഇവിടെ നിന്ന് മറ്റേ ഒരു മുസ്ലിം മറ്റേ ഇതന്നെ അങ്ങനെന്തോ പേര് എന്റെ ജാസ്മിന് നേരെ സ്കൂബല്ലേ നമ്മളെ കാപ്പാട് നിങ്ങളെ വണ്ടി തിരിച്ചില്ല അതിന്റെ നേരെ താഴെയാണ് കട. ഇവിടെ വന്ന് ഇടക്കിടക്ക് ഇരിക്കലുണ്ട് അവിടെ. പേരൊന്നും ഓർമ്മയില്ല. പേര് ഓർമ്മയില്ല അവിടെ. ഇതിപ്പോ സുക്കൂറായിരിക്കും. ഇനിയിപ്പോ പാലക്കാട് പോയാൽ സുക്കൂറായിരിക്കും. അല്ല ഇങ്ങനത്തെ വരാൻ പറ്റില്ലല്ലോ പലരും അല്ലേ. ഞാൻ ഇന്നലെ എത്തിയ ഒരു ഏർപ്പാടും അല്ലാന്ന് പറയുന്നത് അവിടുത്തെ കുറവൊന്നുമില്ല. അതിനെപ്പറ്റി നമ്മളൊന്നും പ്രശ്നമൊന്നുമില്ല. അവര് ഇന്നലെയും മെനഞ്ഞാന്നും ഇവിടെ നമ്മളെ വീട്ടിൽ വന്നു പോയതാ. അപ്പൊ അവര് മെനഞ്ഞാന്ന് വൈകിട്ട് ഇവിടെ വന്നു പോയതാ. ബന്ധം കുറവൊന്നുമില്ല. അതിനെപ്പറ്റി നമ്മളൊന്നും പ്രശ്നമൊന്നുമില്ല. അവര് ഇന്നലെയും മെനഞ്ഞാന്നും ഇവിടെ നമ്മളെ വീട്ടിൽ വന്നു പോയതാ. അപ്പൊ അവര് മെനഞ്ഞാന്ന് വൈകിട്ട് ഇവിടെ വന്നു പോയതാ. ബന്ധം കുറവൊന്നുമില്ല. അതിനെപ്പറ്റി നമ്മളൊന്നും പ്രശ്നമൊന്നുമില്ല. അവര് ഇന്നലെയും മെനഞ്ഞാന്നും ഇവിടെ നമ്മളെ വീട്ടിൽ വന്നു പോയതാ. അപ്പൊ അവര് മെനഞ്ഞാന്ന് വൈകിട്ട് ഇവിടെ വന്നു പോയതാ.